ഞാൻ ശ്രീല നല്ലയിടം ഡാൻസറാണ്. എൻ്റെ ക്ലാസ് ഇവിടെ തിരുവേഗപ്പുറ കൈപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുറേ കൊല്ലങ്ങളായിട്ട് 25 കൊല്ലം കഴിഞ്ഞു എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ശിവരഞ്ജിനി നൃത്തവിദ്യാലയം സ്റ്റാർട്ട് ചെയ്തിട്ട്. പിന്നെ വണ്ടിയുടെ മോഹം, വണ്ടി കമ്പം പണ്ട് തൊട്ടേ ഉണ്ട്. ചെറിയ കുട്ടി തൊട്ടിട്ടേ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. 2 വീലർ ഓടിക്കുമായിരുന്നു, സൈക്കിളിൽ തുടങ്ങി, പിന്നെ ബൈക്കും കുറച്ച് 2 വീലർ ഗിയറുള്ള വണ്ടികളും ഒക്കെ ഓടിച്ചായിരുന്നു. ടാറ്റയുടെ വണ്ടിയിലേക്ക് കയറുന്നത്. ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോയത് സത്യം പറഞ്ഞാൽ ടിയാഗോ ആയിരുന്നു. ഇത് കുറേ കൊല്ലം മുന്നേ ആണ് കേട്ടോ. ടിയാഗോ ഇറങ്ങിയ സമയത്താണ്. ടിയാഗോ ടിഗോർ ഒക്കെ ഇറങ്ങിയ സമയത്താണ്. അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ, ടിഗോർ കണ്ടപ്പോൾ ഒന്നും കൂടെ ഇതൊരു സെഡാൻ ടൈപ്പിൽ ഒരു സെമി സെഡാൻ വണ്ടിയാണ്. അപ്പോൾ ഒന്നും കൂടെ കംഫർട്ടായി തോന്നി. അതിൻ്റെ ബാക്ക് സീറ്റൊക്കെ നല്ല കംഫർട്ടായിരുന്നു. ഇപ്പോൾ ഒരു 10 കൊല്ലത്തോളമായി ടിഗോർ എടുത്തിട്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്തായാലും പുതിയൊരു വണ്ടി എടുക്കുക എന്നുള്ള തീരുമാനം വന്നപ്പോൾ വലിയ വണ്ടി എടുക്കുക എന്നുള്ള എന്തായാലും തീരുമാനിച്ചായിരുന്നു. അപ്പോൾ ഏത് വേണം എന്നുള്ള കുറേ വണ്ടികൾ ഇങ്ങനെ ഓപ്ഷൻ വന്നു. പിന്നെ വീണ്ടും ടാറ്റയിലേക്ക് തന്നെ എത്തി. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കുറേ പേര് KVRലുണ്ട്. അങ്ങനെ KVRൽ വിളിച്ച് നമ്മൾ ഈ വണ്ടി ബുക്ക് ചെയ്യാണ് ചെയ്തത്. പിന്നെ മക്കളും അതെ ഉറപ്പിച്ചു പറഞ്ഞു, ടാറ്റയുടെ വണ്ടി മതി, സേഫ്റ്റിയുടെ കാര്യത്തിൽ അതുതന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു. അമ്മ തനിച്ച് പോകുമ്പോഴായാലും പിന്നെ ചെറിയ എന്തെങ്കിലും അപകടങ്ങളും ഒക്കെ വന്നാലും നമുക്ക് സേഫ്റ്റി ഏറ്റവും കൂടുതൽ തരുന്നത് ടാറ്റയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഷഹബാസിനെ വിളിച്ചിട്ട് നമ്മൾ അവിടുത്തെ KVR എല്ലാം ചെയ്തു തന്നു കേട്ടോ. അവർ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. പിന്നെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറയുക വെച്ചാൽ പക്കയാണ്, പക്ക. ഞാൻ വണ്ടികൾ എടുക്കുന്ന കാര്യങ്ങൾ ഓരോ വണ്ടികൾ നമ്മളിങ്ങനെ വണ്ടി പുതിയത് അപ്ഡേഷൻ വരുമ്പോൾ പലരെയും വിളിച്ച് ചോദിക്കും, ഏത് വേണം എന്നുള്ള. മക്കൾ ഒരെണ്ണം പറയും. ഓരോ സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോഴും പല വണ്ടികളുടെയും പേര് പറയുമ്പോഴേ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന പേര് ടാറ്റ തന്നെയാണ്. അതേപോലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ റോബിൻ ടാറ്റനെ കുറിച്ചിട്ടൊക്കെ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോബിനും പറഞ്ഞു നല്ല വണ്ടിയാണ്, നല്ല കംഫർട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ പലരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് അഭിപ്രായം കേട്ടിട്ട് തന്നെയാണ് സിയറ എടുത്തത്. ഞാൻ ഇതേവരെ ഗിയറുള്ള വണ്ടിയാണ് യൂസ് ചെയ്തിരുന്നത്. അതിൽ നിന്ന് ഗിയറില്ലാത്ത ഈ ഓട്ടോമാറ്റിക് വണ്ടിയിൽ വരുമ്പോഴൊരു ചെറിയൊരു തപ്പൽ അത്രയേ ഉള്ളൂ. അതിപ്പോൾ കംഫർട്ടായി. ഇപ്പോൾ ഇതാണ് ബെസ്റ്റ് എന്നായി. മക്കളൊക്കെ ലോങ് പോയി, അവർ മധുരമൊക്കെ പോയിട്ട് വന്നു ഇപ്പോൾ. അപ്പോൾ ഹൈവേയിലൊന്നും ഒരു രക്ഷയില്ല എന്നാണ് പറയണത്. അത്രയും നല്ല കംഫർട്ടാണ്. വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ നല്ല സുഖമാണ്. സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നല്ല അടിപൊളിയാണ്. നമുക്ക് ഇങ്ങനെ പൊങ്ങി നല്ല ഹൈറ്റിലിരുന്ന് ഓടിക്കാം. ഇനിയല്ല നല്ല ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് സീറ്റ് താത്താനും പൊക്കാനും ഒക്കെ ഉള്ള നല്ല സൗകര്യം. നമുക്കൊരു കുണ്ടിലിരുന്ന് ഇങ്ങനെ ഓടിക്കുന്ന ഒരു എഫക്റ്റ് അല്ല, ഫുള്ള് നല്ല വിഷനാണ് പുറത്തേക്ക്. പിന്നെ ലേഡീസിന് പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഇത്രയും വലിയ വണ്ടി ലേഡീസ് ഓടിക്കുമ്പോൾ പ്രശ്നമാകുമോ? ഇത്ര ഭയങ്കര വലിയ വണ്ടിയല്ലേ? ഒരു കുഴപ്പമില്ല, നല്ല സുഖമായിട്ട് കൂളായിട്ട് ഓടിക്കാൻ പറ്റും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഗേൾസിനൊക്കെ, ലേഡീസിന് എല്ലാവർക്കും ആർക്കായാലും സുഖമായിട്ട് ഫസ്റ്റ് സജഷനിൽ ഞാൻ ഇപ്പോൾ പറയുക സിയറ എടുക്കാം. ലോങ് ആയാലും ഷോർട്ട് ട്രിപ്പ് ആയാലും അടിപൊളിയായിട്ട് നല്ല ലക്ഷറി വണ്ടി ധൈര്യമായിട്ട് എടുക്കാം.